കൂട്ടുകാരെ, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ദോശ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയല്ലേ. അപ്പോൾ ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്നത് നമ്മുടെ ചക്ക വെച്ചിട്ടാണ്. ചക്ക വെച്ചിട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ദോശയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് റവ എടുക്കാം. ഈ റവ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുതിരാൻ വയ്ക്കണം. അത് നല്ലപോലെ കുതിർന്ന് കിട്ടണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒന്നത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. വെള്ളം എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മൂടി അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 1.5 കപ്പ് ചക്ക ഞാൻ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടെ കഴുകി എടുത്തതാണ്. ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ആണ് ഇട്ട് അരച്ചെടുക്കുന്നത്. വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ പകുതി മാറ്റി വെക്കുകയാണ്. രണ്ട് പ്രാവശ്യമായിട്ട് ഇതൊന്നും കൂടെ നമുക്ക് അരച്ചെടുക്കണം. റവ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കണം. നമ്മൾക്കിതിലേക്ക് ഒരു പകുതി റവ, കുതിരാൻ വെച്ച പകുതി റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ റവയും ഈ നമ്മൾ അരച്ച് വെച്ച ചക്കയും 2 പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. കാരണം ആ ചക്കയുടെ വെള്ളവും പിന്നെ നമ്മുടെ ഈ റവയിലുള്ള വെള്ളവും ഇതിൽ നമുക്ക് അരച്ചെടുക്കാൻ ധാരാളമാണ്. ഒരു പ്രാവശ്യം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്ത ഇതും കൂടെ നമുക്ക് അരച്ചെടുക്കണം. നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ച് ആ ചക്ക അരച്ചത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. പുളി കുറഞ്ഞ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒന്ന് ഉടച്ചിട്ടാണ് ഈ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഉടയ്ക്കാതെയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് ഇതും. കാരണം തൈരിൻ്റെ അത് ധാരാളമാണ്. നമുക്ക് തൈര് ചേർത്താൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ബാറ്റർ റെഡിയായി കിട്ടും. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് 2 പ്രാവശ്യമായിട്ട്. ഈ മാവ് ലൂസാക്കണ്ട. ഈ പരുവത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 2 ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ദോശ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം കറി ഇല്ലാതെയും നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. മാത്രമല്ല നിങ്ങൾക്ക് കുറച്ച് കനത്തിലാണ് ഈ ദോശ ഉണ്ടാക്കേണ്ടതെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. നല്ല നേർത്തതായിട്ട്, അതായത് നമ്മൾ പറയുമല്ലോ ഉള്ളിത്തോല് മാതിരിന്ന്, അതുപോലെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഈ ചക്ക ദോശ ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ ചക്ക കിട്ടിയാൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കും. അത്രയും ടേസ്റ്റുള്ള ഒരു ദോശയാണ്. അപ്പം നമ്മൾ ഉഴുന്ന് അരിയും കുതിർത്തി ഒന്നും അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് അരച്ചെടുക്കേണ്ട ടൈം മാത്രമേ വരുന്നുള്ളൂ. ഒരു 5 മിനിറ്റ് പോലും ഇതിന് ആവശ്യം വരുന്നില്ല. അപ്പോൾ ചക്ക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം തളിക്കുമ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല കല്ലിൽ നിന്ന് പെട്ടെന്ന് വിട്ടുവരികയും ചെയ്യും. ഒരു തവി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ തവിയാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചുകൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇവിടെ നല്ല നേർത്തതായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ തന്നെ കാണുന്നുണ്ടാവും നമ്മൾ തലേ ദിവസം പൊടിക്കാൻ വെച്ച ദോശ എങ്ങനെയാണോ ഇരിക്കണം അതുപോലെ തന്നെ നമുക്ക് കിട്ടും. ഈ ഹോള് മാതിരി വരുന്ന കണ്ടില്ലേ? നമ്മൾ ദോശ ചുട്ട്, അതായത് ആ തവി കൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കുമ്പം തന്നെ നമുക്ക് ഈ ഹോള് വരും. നല്ല ടേസ്റ്റുമാണ് അതുപോലെ.
അപ്പോൾ മൂടി അടച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അടച്ച് വെക്കാതെയും ചെയ്യാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ കട്ടിയുള്ള ദോശ വേണമെങ്കിൽ അങ്ങനെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചുട്ടെടുക്കാം. പിന്നെ നെയ്യ് ചേർത്തിട്ടാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണിത് ചുട്ടെടുക്കുന്നത്. എള്ളെണ്ണയിൽ ചുട്ടാലും ഈ ദോശ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധിക വീടുകളിലും ചക്ക ഉണ്ടാവുമല്ലോ ഈ സമയത്ത്. അപ്പോൾ ചക്ക കൊണ്ട് ദോശ നോക്കൂ. അപ്പോൾ നല്ല ടേസ്റ്റും അതുപോലെ സോഫ്റ്റും ഒക്കെ ഉള്ള ഒരു ദോശയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്കൊരു 5 മിനിറ്റ് മാത്രമേ വേണ്ടി വരുള്ളൂ. ഇതിനെ അരച്ചെടുക്കേണ്ട ആ ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഇതിന് ഒരു കറി തയ്യാറാക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് കറി വേണം, അതുകൊണ്ട് ഞാൻ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഞാനൊന്ന് ഈ ദോശയ്ക്ക് കറികളില്ലാതെയാണ് കഴിക്കുക. കാരണം അത് ചെറിയ മധുരമൊക്കെ ഉണ്ടാവുമല്ലോ. പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ആ തൈര് ചേർത്തതിൻ്റെ പുളിയൊന്നും ഇത് ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല ദോശക്കല്ലിൽ വളരെ പെട്ടെന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ ഒന്ന് വെള്ളം തളിച്ച് കൊടുത്തിട്ടാണ് ദോശ ചുടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടും കല്ലിൽ നിന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ ദോശ ചുട്ടെടുക്കാം. ഒന്നുകൂടെ കിട്ടണമെങ്കിൽ അപ്പോൾ ഒന്നുകൂടെ മുരിയിച്ചെടുത്തോളൂ. ഞാൻ അത്ര മുരിയിച്ചെടുത്തിട്ടില്ല, അതെനിക്ക് ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചക്ക ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചക്ക കൊണ്ട് നമുക്ക് ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ ചാനലിൽ ഞാൻ ചക്കപ്പൂട്ടിൻ്റെയും പച്ചടിയുടെയും ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല പലതരം പലഹാരത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി വീഡിയോ കണ്ടു നോക്കിക്കോളൂ. അപ്പം നല്ലൊരു ചക്കദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉഴുന്നും അരിയും ഒന്നും നമുക്ക് ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അതേപോലെ ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതിന് ഞാനൊരു ചമ്മന്തി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിന് ചമ്മന്തിയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചമ്മന്തി ഉപയോഗിക്കാം.